ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട്, അവരുടെ പേര് ഉർവശിയാണെന്ന്. അപ്പോൾ നമ്മളെല്ലാവരോടും പറയായിരുന്നു നമ്മുടെ മെറിൽ സ്ട്രീപ്പും അല്ലെങ്കിൽ നമ്മുടെ അൽപചീനയും ഒക്കെ ഉർവശി മാമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ വിധേയനിൽ ശ്രീ മമ്മൂക്ക എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത്, അതൊക്കെ തന്നെയാണ് ഉള്ളൊടുക്കിൽ ഉർവശി എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ സൂപ്പർ സ്റ്റാർ, അതൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ. നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ. അയ്യോ അത് റിലീസായിപ്പോയല്ലോ, ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാവൂ. അവർ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി, അതേ ഇന്നും നിലനിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറ്റം കാണാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനൊരു ഇപ്പോൾ ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉർവശിയെ ഇപ്പോൾ റീഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉർവശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഉർവശിയുടെ ശരീരം മൊത്തം വിറക്കുകയും എന്നാൽ ഉർവശി കരയുകയും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പുതിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെൻ്റ് ചെയ്യണം, ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം, അങ്ങനൊരു പ്രോസസ്സൊക്കെ ഉണ്ടോ ഇപ്പോൾ ചേച്ചിക്ക്? ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാനിത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡയറക്ടർ പറഞ്ഞിരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്നതാണ്, കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സിങ് സൗണ്ട് ആയിരുന്നു, അപ്പം ഡബ്ബിങ്ങും ഇല്ല നമുക്ക്. അപ്പം ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാൽ മതി, അതേ ഉള്ളൂ ലീലാമ്മ, അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല എന്ന് ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പറവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോട്ടുണ്ട്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും, ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പോൾ അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം, അതിനുവേണ്ടി താഴ്ന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല മോനെ. ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പോൾ എനിക്ക് ഒരേ പ്രായം, എനിക്ക് 10 വയസ്സ്, എൻ്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്.